നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മാഹി ബൈപ്പാസിൽ വാഹനാപകടത്തിൽ മരിച്ച ഗോകുൽ രാജിന് കണ്ണീരിൽ കുതിർന്ന വിട. നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഡോക്ടർ ഓടിച്ച ഇന്നോവ ഇടിച്ച് പന്നന്നൂർ ടൗണിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. 3 ഇരുചക്ര വാഹനങ്ങളും തകർന്നു. കേരളത്തിലെ സഹകരണ മേഖല നാൾക്കുനാൾ ശക്തിയാർജിച്ചു വരികയാണെന്ന് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ. രാജ്യത്തിന്റെ സഹകരണ നിക്ഷേപ കണക്കുകൾ പരിശോധിച്ചാൽ 70% കേരളത്തിലാണെന്നും ശശീന്ദ്രൻ. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം സാമൂഹ്യ സേവനമാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ. കണ്ണംവള്ളി ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസ് സന്ദർശിച്ച് മറിയ ഉമ്മൻ. വാർത്തകൾ വിശദമായി. മാഹി ബൈപ്പാസിൽ വാഹനാപകടത്തിൽ മരിച്ച ഗോകുൽ രാജിന് കണ്ണീരിൽ കുതിർന്ന വിട. ചമ്പാട് അരിയാക്കൂലിലെ വീട്ടിലും ഒളവിലത്തും പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ബൈപ്പാസിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചാണ് അപകടം ഉണ്ടായത്. മാഹി ബൈപ്പാസ് ദേശീയപാതയിൽ ന്യൂ മാഹി സെക്ഷൻ പരിധിയിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ചു മരിച്ച ഗോകുൽ രാജിന് കണ്ണീരിൽ കുതിർന്ന വിട. മൃതദേഹം അരയാക്കൂൽ റഷിക്കരയിലെ വീട്ടിലും ഒളവിലത്തും പൊതുദർശനത്തിന് വെച്ചു. നിരവധി ആളുകൾ അന്തിമോചനം അർപ്പിക്കാൻ ഇവിടെ എത്തിയിരുന്നു. ഒളവിലത്ത് അമ്മയുടെ വീട്ടിലെത്തിച്ച മൃതദേഹം 4 മണിയോടെ സംസ്കരിച്ചു. ഞായറാഴ്ച രാത്രി 7 മണിയോടെയാണ് പാറാൽ പറമ്പത്ത് വെച്ച് ബ്രേക്ക് ഡൗണായി നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ ബൈക്കിടിച്ച് അപകടമുണ്ടായത്. തലശ്ശേരി റോയൽ എൻഫീൽഡിലെ ജീവനക്കാരനാണ് ഗോകുൽ. കിഴക്കേ ചമ്പാട് റഷിക്കരയിൽ വടക്കേച്ചാലിൽ ബാബുരാജ് ഒളവിലത്തെ ശ്രീലത ദമ്പതികളുടെ മകനാണ്. അതുൽ രാജ് സഹോദരനാണ്. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഡോക്ടർ ഓടിച്ച ഇന്നോവയിടിച്ച് പന്നന്നൂർ ടൗണിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. 3 ഇരുചക്ര വാഹനങ്ങളും തകർന്നു. വൻ ദുരന്തമാണ് തലനാരിഴയ്ക്ക് വഴിമാറിയത്. പന്നിന്നൂരിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച അപകടമാണ് നടന്നത്. KL 58 AK 8855 ബ്ലാക്ക് ഇന്നോവ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പന്നിന്നൂർ ജംഗ്ഷനിലായിരുന്നു അപകടം. ഗുഡ്സ് ഓട്ടോയിലിടിച്ച് നിയന്ത്രണം വിട്ട ഇന്നോവ റോഡരികിൽ നിർത്തിയിട്ട ബുള്ളറ്റ് ഉൾപ്പെടെ 3 ഇരുചക്ര വാഹനങ്ങൾ തകർത്തു. പൂക്കോത്ത് മീൻ ഇറക്കി തിരികെ തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന KL 13 AJ 8150 ഗുഡ്സ് ഓട്ടോയിലാണ് ഇന്നോവ ആദ്യം ഇടിച്ചത്. ഓട്ടോ തലകീഴായി മറിഞ്ഞു. ഓട്ടോയ്ക്കടിയിലകപ്പെട്ട ഡ്രൈവറെ ഓടിക്കൂടിയ നാട്ടുകാർ ഓട്ടോ ഉയർത്തി രക്ഷിച്ച് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. KL 58 AE 8785 നമ്പർ ബുള്ളറ്റ്, KL 58 M 540 നമ്പർ ബൈക്ക്, KL 58 AG 4250 നമ്പർ ആക്റ്റീവ എന്നീ വാഹനങ്ങളും ഇന്നോവ ഇടിച്ചു തെറിപ്പിച്ചു. പന്നിന്നൂർ ജംഗ്ഷനിലെ ഫ്രഗോള ബേക്കറി ജീവനക്കാരനായ സജേഷ്, നാദിർ, നാട്ടുകാരനായ സന്തോഷ് എന്നിവരുടെ വാഹനങ്ങളാണിത്. ജംഗ്ഷനിൽ തിരക്കില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് വഴിമാറിയത്. പാനൂർ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഡോക്ടർ അരയാക്കൂൽ പന്നിന്നൂർ ജംഗ്ഷൻ വഴി വരികയായിരുന്നു. ജംഗ്ഷൻ തിരിച്ചറിയാൻ സാധിക്കാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് ഡോക്ടർ ഫായിസ് പറഞ്ഞു. കാറിലെ എയർ ബാഗ് സംവിധാനം കൊണ്ട് ഡോക്ടർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പാനൂർ പോലീസ് സ്ഥലത്തെത്തി. നാൾക്കുനാൾ ശക്തിയാർജിച്ചു വരികയാണ് കേരളത്തിലെ സഹകരണ മേഖലയെന്ന് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ. പന്നന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ച് നടപ്പാക്കുന്ന ഹോം സേഫ് ഡെപ്പോസിറ്റ് സമാഹരണ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിൻ്റെ സഹകരണ നിക്ഷേപ കണക്കുകൾ പരിശോധിച്ചാൽ 70% കേരളത്തിലാണ്. അതുകൊണ്ട് തന്നെ സഹകരണ രംഗത്തെ തകർക്കുക എന്നത് വ്യാമോഹമാണെന്നും സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ പറഞ്ഞു. 1644 ഫാക്സ് മേഖലയുമായി ബന്ധപ്പെട്ട സംഘങ്ങൾ, 7000-ഓളം മറ്റ് മേഖലയുമായി ബന്ധപ്പെട്ട സംഘങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, കയറ്, അതുപോലെ കൃഷി, വ്യവസായം, ഫിഷറീസ്, കൈത്തറി, ആ ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട 7000-ഓളം സംഘങ്ങൾ. അപ്പോൾ 7 16 432 23,432 സംഘങ്ങളാണ് ഉള്ളത്.
എന്നാൽ രാജ്യത്ത് 7,90,000 സംഘങ്ങളുണ്ട്. 0.5% വരില്ല കേട്ടാ. രാജ്യത്തിലെ ആകെ സംഘങ്ങളുടെ 0.5% വരില്ല. എന്തുകൊണ്ടാണ് ലോകത്തിന് തന്നെ മാതൃക എന്ന് പറയുന്നത്? നമ്പർ 1 ഉദാഹരണം ഞാൻ ഈ പറയുന്നതാണ്. എന്താ പറയുക? എന്താ രാജ്യത്തിലെ ആകെ നിക്ഷേപത്തിൻ്റെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട നിക്ഷേപത്തിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ 70% നിക്ഷേപം എവിടെയാ? കേരളത്തിലാ? മനസ്സിലായില്ലേ? ഇന്നത്തെ കേരളം നാളെയുടെ സമ്പാദ്യം എന്ന സന്ദേശമുയർത്തി നടപ്പാക്കുന്ന ഹോം സേഫ് ഡെപ്പോസിറ്റ് പദ്ധതിയുടെ ഭാഗമായി വീടുകളിലേക്ക് നൽകുന്ന ബോക്സുകളുടെ വിതരണവും അദ്ദേഹം നിർവഹിച്ചു. തളിപ്പറമ്പ് സ്പെഷ്യൽ ഗ്രേഡ് ഇൻസ്പെക്ടർ സതീഷ് കുമാർ ഇടപാടുകാരുടെ സംഗമം ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് എൻ പവിത്രൻ അധ്യക്ഷനായി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ KC ബിനിഷ സ്വാഗതവും വൈസ് പ്രസിഡന്റ് VP ശശീന്ദ്രൻ നന്ദിയും പറഞ്ഞു. കോർ ബാങ്കിംഗ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കാണ് പന്നന്നൂർ സർവീസ് സഹകരണ ബാങ്ക്. പ്രധാന ശാഖ ഉൾപ്പെടെ 5 ബ്രാഞ്ചുകൾ ബാങ്കിനുണ്ട്. തലശ്ശേരി സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ വേറിട്ട അനുഭവമായി. 1976-77 അധ്യയന വർഷത്തിൽ SSLC പഠനം നടത്തിയവരാണ് 47 വർഷങ്ങൾക്ക് ശേഷം പാസ്റ്റ് ടെൻസ് എന്ന പേരിൽ ഒത്തുചേർന്നത്. 47 വർഷത്തിനു ശേഷം അവർ വീണ്ടും തലശ്ശേരി സെന്റ് ജോസഫ് വിദ്യാലയമുറ്റത്ത് ഒത്തുചേർന്നു. ആ വർഷത്തെ SSLC പരീക്ഷയിൽ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ചിരുന്നു. അതിന്റെ ഓർമ്മയ്ക്കു കൂടിയാണ് കൂട്ടായ്മയ്ക്ക് പാസ്റ്റ് ടെൻസ് എന്ന് പേരിട്ടതും. പതിറ്റാണ്ടുകൾക്ക് ശേഷം കണ്ടതിന്റെ സന്തോഷമായിരുന്നു ചിലർക്ക്. മറ്റു ചിലർക്ക് പഴയ സതീർത്ഥ്യന്മാരെ തിരിച്ചറിയാൻ കഴിയാത്തതിന്റെ ആശങ്കയും പ്രകടമായിരുന്നു. അങ്ങനെ വേറിട്ട അനുഭവമായിരുന്നു തലശ്ശേരി സെന്റ് ജോസഫ് 1976-77 ബാച്ച് പാസ്റ്റ് ടെൻസ് 10ാം തരം വിദ്യാർത്ഥികളുടെ ഒത്തുചേരൽ. കളിച്ചിരിയുമായി അവർ ഒത്തുചേർന്ന് വിദ്യാലയത്തിന് സമീപത്തുള്ള കോട്ടയും ഇംഗ്ലീഷ് പള്ളിയും ക്രിസ്ത്യൻ ചർച്ചും സ്കൂൾ പരിസരവുമെല്ലാം ചുറ്റിക്കണ്ട് പഴയ 10ാം ക്ലാസ് ഓർമ്മകളിലേക്ക് ഒന്നുകൂടി കടന്നുപോയി. പൂർവ്വ അധ്യാപകർക്കും ഒത്തുചേരൽ പുതിയ അനുഭവം പകർന്നേകി. ഞങ്ങൾ 1976-77 ബാച്ചിലെ വിദ്യാർത്ഥികളായിരുന്നു സെൻറ്റ് ജോസഫിൽ. ഞാൻ ജയദേവ്, ജയദേവ് എന്നാണ് പേര്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സെൻറ്റ് ജോസഫ് വെറും പരീക്ഷ എഴുതി പാസ്സാവാനുള്ള ഒരു സ്കൂൾ മാത്രമായിരുന്നില്ല, മറിച്ച് പിന്നെയുള്ള കാലത്തേക്കുള്ള ഒരു ധൈര്യം ഈടുവച്ച ഒരു സ്ഥാപനമായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള കാലത്തേക്ക് നമുക്ക് നേടേണ്ടതായിട്ടുള്ള ഊർജം, എനർജി ആണ് ഞങ്ങൾ ഈ 76-77 കാലഘട്ടത്തിൽ ആർജിച്ചത്. അന്നൊക്കെ ഈ സ്കൂളെന്ന് പറയുന്നത് ഒരു വിലക്കിൻ്റേതായിട്ടുള്ള ഒരു കാലമായിരുന്നു. സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ കോളേജ് എന്ന് പറയുന്ന വിശാലതയിലേക്ക് നമ്മൾ എടുത്തെറിയപ്പെടുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ കാലത്ത് +2 ഒക്കെ ആയി മാറുന്നുണ്ട് എങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ കാലത്ത് നമ്മുടെ എല്ലാ വിലക്കുകളുടെയും അവസാനത്തെ ഘട്ടമാണ് 10ാം ക്ലാസ്. ആ 10ാം ക്ലാസ് നമ്മൾ കടന്നു കയറി. നമ്മൾ 76-77 ബാച്ച് സെൻറ്റ് ജോസഫ്സിൻ്റെ 47 വർഷത്തിന് ശേഷം
ഇന്നിവിടെ ഒത്തുകൂടി. ഒരു അവിസ്മരണീയ ദിനമായിരുന്നു. എന്നെ സംബന്ധിച്ച് ഒരു സ്വപ്നം പൂവണിഞ്ഞ ദിവസം. എത്രയോ വർഷമായി ഇതിനു വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് എല്ലാ പണ്ടത്തെ സഹപാഠികളെയും പലരെയും കുറേ വർഷത്തിന് ശേഷം കാണുകയാണ്. ചിലരെ 47 വർഷത്തിന് ശേഷം കാണുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. അപ്പോൾ അതുകൂടാതെ ഉണ്ട് നമ്മളെ പഠിപ്പിച്ച 8ഓളം പൂർവ്വ അധ്യാപകരെയും നമ്മൾ ആദരിച്ചു. അധിക പേരും ഒരാൾ 90 വയസ്സിന് മുകളിൽ, മറ്റു ചിലർ 80-ന് മുകളിൽ ഒക്കെയുള്ള അധ്യാപകരായിരുന്നു. എന്നിട്ടും അവർ ഇവിടെ എത്തി. എൻ്റെ പേര് KJ ജോൺസൺ. ഞാൻ തൃശ്ശൂർക്കാരനാണ്. 71-ലാണ് ഞാൻ ഫാദർ പതിയലിൻ്റെ കൂടെ ഇവിടെ വന്നത്, ഇവിടെ തുടങ്ങുന്നത്. ഇവിടെ 76-77 ബാച്ചാണ് ഇവർ ഇപ്പോൾ നമ്മളിൽ നിന്ന് ഈ ഗെറ്റ് ടുഗദർ ഇവിടെ കൊണ്ടാടുന്നത്. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഇവർ പിരിഞ്ഞതിന് ശേഷം പിറ്റേ കൊല്ലാണ് 78-ൽ ഫാദർ പതിയൽ, മെർലി ടീച്ചർ, അപ്പു മാഷ്, അനീഫ് മാഷ്, ഈ 4 പേര് ഒരേ സമയത്താണ് പിരിഞ്ഞു പോയത്. അത് ഇംഗ്ലീഷ്, മലയാളം, ഉറുദു ലാംഗ്വേജ് അങ്ങനെയാണ് അവരെ പിരിഞ്ഞതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതോടുകൂടെ സ്കൂളിൻ്റെ എല്ലാം പോയി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. സ്കൂൾ വിദ്യാലയമുറ്റത്ത് നടന്ന കൂട്ടായ്മയുടെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ മാത്യു തൈക്കൽ ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസം. 76-77 ബാച്ച് 50 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഓടി നടന്ന, കളിച്ച, സൗഹൃദം പങ്കിട്ട, ദുഃഖങ്ങൾ പങ്കിട്ട, പിണക്കങ്ങൾ പങ്കിട്ട ഒരു മുറ്റത്ത് വീണ്ടും ഒന്നിച്ചു കൂടുവാൻ. അന്നത്തെ കാലാവസ്ഥയും സ്കൂളിൻ്റെ പരിസരവുമെല്ലാം വ്യത്യസ്തമാണെങ്കിലും നിങ്ങളുടെ മനസ്സുകൾ ഇപ്പോഴും ഒരേ ചിന്തയില്ല. അന്ന് നിങ്ങൾ ക്ലാസ്സിലിരുന്ന വി ജയദേവ് അധ്യക്ഷനായി. ചടങ്ങിൽ അധ്യാപകരായിരുന്ന പി കല്യാണിക്കുട്ടി ടീച്ചർ, ടി ബാലകൃഷ്ണൻ മാസ്റ്റർ, KJ ജോൺസൺ മാസ്റ്റർ, OT അഗസ്റ്റിൻ മാസ്റ്റർ എന്നിവരെ ആദരിച്ചു. പരിപാടിയിൽ എത്താൻ കഴിയാതിരുന്ന മറ്റധ്യാപകരായ VP ലക്ഷ്മണൻ, MK ശ്രീകുമാരൻ, പത്മനാഭൻ അടിയോടി, TJ മാത്യൂസ് എന്നിവരെ അടുത്ത ദിവസങ്ങളിൽ അവരുടെ വീട്ടിലെത്തി ആദരിക്കും. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ജോൺ, പ്രധാനാധ്യാപകൻ CR ജെൻസൺ, സ്റ്റാഫ് സെക്രട്ടറി ജാക്ലിൻ ആന്റണി, MM രാജീവ്, KN വിനോദ്, K നന്ദകിഷോർ, S നാരായണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഓർമ്മകൾ പങ്കുവയ്ക്കലും നടന്നു. കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സ്കൂളിനായി ലാപ്ടോപ്പും സമ്മാനിച്ചു. പാനൂരിനടുത്ത പുത്തൂർ അരിയാക്കൂലിലെ പ്രാപ്പറ്റ രാജേഷിന് ഉപജീവന മാർഗമായി ഓട്ടോറിക്ഷ കൈമാറി. പ്രാപ്പറ്റ രാജേഷ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗമാണ് രോഗാവസ്ഥയിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയ രാജേഷിന് സ്വയം തൊഴിൽ എന്ന രീതിയിൽ ജീവിതം മുന്നോട്ടു പോകാൻ ഓട്ടോറിക്ഷ കൈമാറിയത്. പുത്തൂർ അരിയാക്കൂലിലെ പ്രാപ്പറ്റ രാജേഷിന് ഉപജീവന മാർഗമായാണ് ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ വാങ്ങി നൽകിയത്. KP മോഹനൻ MLA ഓട്ടോറിക്ഷയുടെ താക്കോൽ കൈമാറി. രോഗത്തിൽ നിന്നും പൂർണ്ണമായി മുക്തി നേടിയ രാജേഷിന് സ്വയം തൊഴിൽ എന്ന രീതിയിലാണ് ഓട്ടോറിക്ഷ വാങ്ങി നൽകാൻ കമ്മിറ്റി തീരുമാനിച്ചത്. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ ഞാനൊക്കെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ആളുകൾ നിവേദനവുമായിട്ട് വരുന്നത് എൻ്റെ മകന് ഹൃദയ സംബന്ധമായ അസുഖം, എൻ്റെ മകന് ക്യാൻസർ രോഗമാണ്, കിഡ്നി രോഗമാണ്, ഇതിന് വേണ്ട ചികിത്സാ സഹായം, അതോടൊപ്പം തന്നെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ കേട്ടുകൊണ്ടാണ്. അപ്പോൾ ഒരുപാട് രോഗികളുള്ള നാടായിട്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് സഹായകരമായിട്ട് സർക്കാർ മുന്നോട്ട് പോകുന്നു, പഞ്ചായത്തും മുന്നോട്ട് വരുന്നു, ജനങ്ങളും മുന്നോട്ട് വരുമ്പോൾ മാത്രമേ അവർക്കൊരാശ്വാസമുള്ളൂ. ആ ആശ്വാസം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ എല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം, കുറേ കൂടി ഉണ്ടാവണം എന്നതാണ് എനിക്കൊന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് K ലത ചടങ്ങിൽ അധ്യക്ഷയായി. വാർഡ് മെമ്പർമാരായ മുഹമ്മദ് അലി തൂവക്കുന്ന്, ജനകരാജ്, T സുജില, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ നാരായണൻ വള്ളിൽ, രവീന്ദ്രൻ കുന്നോത്ത്, മുസ്തഫ മുതുവന, NK അനിൽകുമാർ, ചികിത്സാ സഹായ കമ്മിറ്റി കൺവീനർ KC ജിയേഷ്, KP പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു.
കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിണറായി പാറപ്രം സമ്മേളനത്തിന്റെ 85-ാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലാതല ജലച്ഛായ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. പിണറായി AKG സ്കൂളിലാണ് മത്സരം നടന്നത്. ആർട്ടിസ്റ്റ് ജീവൻ ജി ഉദ്ഘാടനം ചെയ്തു. AT ദാസൻ അധ്യക്ഷനായി. കൈ ചലനത്തോടു കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ജീവൻജിയെ നേരത്തെ പറഞ്ഞതുപോലെ തലശ്ശേരിയുടെ ജീവനായി പ്രവർത്തിക്കുന്ന ഈ കലാകാരനെ സംഘാടക സമിതിക്ക് വേണ്ടി അഭിനന്ദിക്കുന്നു. ഇനി ഇതിൻ്റെ ആശംസയ്ക്ക് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബാബു പ്രസാദ് മഹേശ്വരി, പിണറായി പഞ്ചായത്ത് പ്രസിഡന്റ് KK രാജീവൻ, V ലീല, PM അഖിൽ, C നന്ദനൻ, KK ഷിനോയ്, ചേതന ജയദേവ്, M സുരേന്ദ്രൻ, ജയറാം എന്നിവർ സംസാരിച്ചു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, പൊതുവിഭാഗം എന്നീ വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത്. ഏറ്റവും നല്ല ചിത്രത്തിന് സ്വർണ്ണ മെഡലും സർട്ടിഫിക്കറ്റും നൽകും. ഓരോ വിഭാഗത്തിലും 1-2 സ്ഥാനക്കാർക്കും സമ്മാനങ്ങൾ നൽകും. ചെണ്ടയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഒരുക്കിയ NSS ഒരുമ സപ്തദിന ക്യാമ്പിന് തുടക്കമായി. ക്യാമ്പിന്റെ ഉദ്ഘാടനം KP മോഹൻ MLA നിർവഹിച്ചു. ചെണ്ടയാട് മഹാത്മാഗാന്ധി ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ ഒരുമ സപ്തദിന ക്യാമ്പിന്റെ ഉദ്ഘാടനം KP മോഹനൻ MLA നിർവഹിച്ചു. യുവാക്കൾക്ക് അത് കൂടുതൽ വികസന, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കണം. അതാണ് NSSന്റെ ഏറ്റവും വലിയ സ്ലോഗൻ, മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള എല്ലാ ശക്തിയും ധൈര്യവും അതോടൊപ്പം തന്നെ എന്തും പറയാനുള്ള, നിങ്ങൾക്ക് ആവശ്യമുള്ളത് പറയാനും കഴിയുന്ന രൂപത്തിലേക്കുള്ളവരായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ച് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല. എന്തായാലും നല്ല പരിപാടികൾ രൂപം കൊടുത്തുകൊണ്ട് NSS ക്യാമ്പിൻ്റെ സമയമാണിപ്പോൾ. നാളെ മുതൽ എനിക്ക് തോന്നുന്നത് ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യുന്ന 8ഓളം ക്യാമ്പുകളുണ്ട്. നാളെ 6 ഇന്ന് ഒന്നുകൂടിയുണ്ട്. അപ്പോൾ ഈ 8 ക്യാമ്പിലും വിവിധ തലത്തിലുള്ള യുവത്വങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ട് അതത് സ്ഥലത്ത് താമസിച്ച് രാത്രി കാര്യങ്ങളുമായിട്ട് സംസാരിച്ച് ഒക്കെ തന്നെ മുന്നോട്ട് പോകുന്ന രീതി, ഇതിലൊക്കെ തന്നെ അതിനുള്ളൊരു ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇതിൻ്റെ ലക്ഷ്യവും. ഈ ക്യാമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്തും ചെയ്യാനുള്ള, നല്ലത് ചെയ്യാനുള്ള മനസ്സിൻ്റെ ഉടമകളായിട്ട് മാറുക, അതിന് ആത്മധൈര്യം ഉണ്ടാക്കിയെടുക്കുക എന്നാണ് ലക്ഷ്യം. പാട്യം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രദീപൻ മാസ്റ്റർ അധ്യക്ഷനായി. വാർഡംഗം മുഹമ്മദ് ഫായിസ് സരൂൾ, കോളേജ് പ്രിൻസിപ്പാൾ NK ഹരിദാസൻ, ശാന്തിഗിരി ആശ്രമം സ്വാമി ആത്മബോധജ്ഞാന തപസി, PTA പ്രസിഡന്റ് പ്രഭാകരൻ, കോളേജ് ചെയർമാൻ ഫാത്തിമ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. സുസ്ഥിര വികസനത്തിനായി NSS യുവത എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പിൻ്റെ തീം. NSS പ്രോഗ്രാം ഓഫീസർ K ഷീന സ്വാഗതവും വോളണ്ടിയർ സെക്രട്ടറി അഭിരാം നന്ദിയും പറഞ്ഞു. പാനൂരിന്റെ കിഴക്കൻ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിത്തറ ഉണ്ടാക്കിയ നേതാക്കളിൽ ഒരാളും CPIM മുൻ പാനൂർ ഏരിയ സെക്രട്ടറിയുമായിരുന്ന AV ബാലനെ നാട് ആദരിക്കുന്നു. ഡിസംബർ 25 വൈകിട്ട് 5 CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 1957 തന്റെ 14ാമത്തെ വയസ്സിൽ പാറാട്ടുള്ള ടൈലർ കട കേന്ദ്രീകരിച്ചു തുടങ്ങിയതാണ് AV ബാലന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം. 1966 പാർട്ടി അംഗമായി. കർഷക സംഘത്തിന്റെ രൂപീകരണത്തോടെ പൊതുരംഗത്ത് സജീവമായി. 20ാമത്തെ വയസ്സിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗമായി. മോഹനഗിരി, വടക്കേക്കളം മിച്ചഭൂമി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു AV ബാലനെന്നും നേതാക്കൾ പറഞ്ഞു. പാനൂരിലെ ഏറ്റവും മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ സഖാവ് AVയാണ്. CPIMന്റെ മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എടുത്താൽ ത്യാഗത്തിൻ്റെയും അതുപോലെ തന്നെ പോരാട്ടത്തിൻ്റെയും എല്ലാം വേഗം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുക സഖാവ് AVയുടെ രാഷ്ട്രീയ ജീവിതം, പൊതുപ്രവർത്തനം ഏറ്റവും മികച്ചതായിരുന്നു എന്നതാണ്. ആ 84 വയസ്സ് ഇപ്പോൾ AV പൂർത്തീകരിച്ച് 85ാം വയസ്സിലേക്ക് കടന്നു. ഇതൊരു ഘട്ടത്തിലാണ് സഖാവ് AVയെ ആദരിക്കുന്നതിന് വേണ്ടി ഉള്ള ആലോചന നടന്നിട്ടുണ്ട്. നിസ്വാർത്ഥനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ
ഏറിയിലാകെ നിറഞ്ഞു നിന്നുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിലാണ് വടക്കേക്കളം സമരസമിതിയുടെ കൺവീനറായും പ്രവർത്തിച്ചു. 1975 CPM തലശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം. 1981 തലശ്ശേരി വിഭജിച്ച് പാനൂർ രൂപീകൃതമായതോടെ പാനൂർ ഏരിയ കമ്മിറ്റി അംഗമായി. 1995 മുതൽ 3 വർഷം പാനൂർ ഏരിയ സെക്രട്ടറി, ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ്, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് അംഗം, 2 തവണ കൂത്തുപറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായും AB ബാലൻ പ്രവർത്തിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്ന ആദര സമ്മേളനത്തിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ അധ്യക്ഷനാകും. സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ, CPM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ, KK ശൈലജ ടീച്ചർ, ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, സംസ്ഥാന കമ്മിറ്റി അംഗം P. ജയരാജൻ, പനോളി വത്സൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ CPM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള, KP രാജേഷ് മാസ്റ്റർ, പ്രജീഷ് പൊന്നത്ത്, K. റിനീഷ്, NK അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. സോഷ്യലിസ്റ്റ് മുന്നേറ്റത്തിന് ഉറച്ച കാൽവെപ്പ് എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് കുന്നോത്തുപറമ്പിൽ RYJD കൂത്തുപറമ്പ് നിയോജക മണ്ഡലം യൂത്ത് മീറ്റ് സംഘടിപ്പിച്ചു. രാഷ്ട്രീയ യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സിബിൽ തേവലക്കര ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് മീറ്റിന്റെ ഉദ്ഘാടനം രാഷ്ട്രീയ യുവജനതാദൾ സംസ്ഥാന പ്രസിഡന്റ് സിബിൽ തേവലക്കര നിർവഹിച്ചു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പുത്തമ്പുരയിൽ രാമുണ്ണി കുറുപ്പ് എന്ന PR കുറുപ്പിന്റെ ഈ ജന്മനാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള കരുത്തനായിട്ടുള്ള നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തെ മുൻകാലങ്ങളിൽ നയിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ദിശാബോധം ഓരോ പാർട്ടി പ്രവർത്തകനും നൽകിയിട്ടുള്ള അങ്ങനെ ഒരു മഹത്തായ വ്യക്തിക്ക്, മഹാരഥന് ജന്മം നൽകിയ ഈ ഭൂമിയിലേക്ക് കടന്നു വരിക എന്നുള്ളത് വലിയ അഭിമാനമുള്ള ഒരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ക്രൈസ്തവ വിശ്വാസിയാണ്. ഈ കാലങ്ങൾ എന്ന് പറയുന്നത് ജനുവരി മാസം 1 മുതൽ 25 വരെ നോയമ്പൊക്കെ പിടിച്ചുകൊണ്ട് 25-ന് യേശുദേവന്റെ തിരുപ്പിറവി ഉണ്ടാവുന്നു. അത് ക്രിസ്മസ് വലിയ ആഘോഷമായിട്ട് കൊണ്ടാടുന്നു. അത്തരം ക്രൈസ്തവർ മാത്രം തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു മേഖലയിൽ നിന്നാണ് ഞാൻ കടന്നു വരുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളൊക്കെ എനിക്ക് വലിയ സന്തോഷവും എൻ്റെ മനസ്സിന് വലിയ ലഹരിയും തരുന്നത് ഈ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആണ് എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത് PR ഗ്രൂപ്പിന്റെ അങ്ങനെയുള്ള മഹാരഥന് ജന്മം നൽകിയിട്ടുള്ള നൊന്ത് പ്രസവിച്ച മണ്ണാണ് എന്നുള്ളത്. രാഷ്ട്രീയ യുവജനതാദൾ മണ്ഡലം പ്രസിഡന്റ് MK രഞ്ജിത്ത് അധ്യക്ഷനായി. രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ മുഖ്യപ്രഭാഷണം നടത്തി. എന്നാൽ നമുക്ക് ശക്തിയുണ്ട്, പക്ഷെ ശക്തി വേണ്ടത് തെളിയിക്കാൻ നമ്മൾ മുമ്പോട്ട് വരുന്നില്ല. അന്ന് ആ ശക്തി കണ്ടിട്ടാണ് അന്നത്തെ പൊലൂർ സർവീസ് ബാങ്കിന്റെ പലതും ചെയ്യാമെന്ന് വിചാരിച്ച് മുമ്പോട്ട് കൊണ്ടുവരും. നമ്മുടെ ആളുകളുടെ ശക്തി കണ്ടുകൊണ്ടും നമ്മളുടെ പ്രവർത്തകരുടെ ചങ്കുറ്റത്തോടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അന്ന് പൊലൂർ സർവീസ് ബാങ്കിൽ ഒന്നും ചെയ്യാതെ എതിർകക്ഷികൾ വാങ്ങിപ്പോകാൻ കഴിഞ്ഞത്. അതാണ് നമ്മുടെ ശക്തി. ആ ശക്തി ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഇന്നത്തെ മീറ്റിൽ നമ്മുടെ വിദ്യാർത്ഥി ജനതകളുടെ ആളുകളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവര് മനസ്സിലാക്കണം സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെ പ്രസക്തി. രാഷ്ട്രീയ ജനതാദൾ മുൻ സംസ്ഥാന സെക്രട്ടറി KP ചന്ദ്രൻ മാസ്റ്റർ ആദരായനം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രജീഷ്, രാഷ്ട്രീയ യുവജനതാദൾ സംസ്ഥാന വൈസ് പ്രസിഡന്റ് KP സായന്ത്, രാഷ്ട്രീയ മഹിളാ സംസ്ഥാന പ്രസിഡന്റ് OP ഷീജ, സംസ്ഥാന സെക്രട്ടറി ഉഷാരേരോത്ത്, യുവജനതാദൾ സംസ്ഥാന ട്രഷറർ സിനി, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് സുനിത സുനിൽകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി VP യദുകൃഷ്ണ, രവീന്ദ്രൻ കുന്നോത്ത്, കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് K ദിനേശൻ, മണ്ഡലം സെക്രട്ടറി VP ആഷിൻ, കൂത്തുപറമ്പ് മണ്ഡലം ജനറൽ സെക്രട്ടറി CKB തിലകൻ മാസ്റ്റർ, കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് K പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നിമിഷ് കോറോത്ത് സ്വാഗതവും T ദിബീഷ് നന്ദിയും പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ നിലനിർത്തുന്നതിന് ഏറ്റവും നല്ലത് അനുയോജ്യമായ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്നതാണെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ. കണ്ണംവെള്ളി ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസ് സന്ദർശിച്ച് സംസാരിക്കുകയായിരുന്നു മറിയ ഉമ്മൻ. കഴിഞ്ഞ ദിവസമാണ് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ കണ്ണംവെള്ളി ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസ് സന്ദർശിച്ചത്. മാതൃകാപരമായ പ്രവർത്തനമാണ് സെന്റർ കാഴ്ചവെക്കുന്നതെന്ന് ഡോക്ടർ മറിയ ഉമ്മൻ പറഞ്ഞു. ഇവിടെ വന്നാലും അപ്പയുടെ പേരിൽ ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസ് എന്നുള്ള ഇതിന് ഇങ്ങനെ നാമകരണം ചെയ്തതിലുള്ള സന്തോഷം
ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി അറിയിക്കുകയെന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി സർവീസ്. അതായിരിക്കാം അപ്പ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് സമൂഹത്തിനുള്ള സമൂഹ നന്മ. അങ്ങനെ ഇന്ന് ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, അപ്പ എന്തൊക്കെ ചെയ്തോ മലയാളികൾക്ക്, നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതെല്ലാം ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ അപ്പയ്ക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. വെച്ചപ്പോൾ അവസാന ശ്വാസം വരെയും മറ്റൊരാളെ സഹായിക്കുക എന്നുള്ളതായിരുന്നു അപ്പയുടെ ആഗ്രഹം. അത് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പല പല രീതിയിൽ പല പല സംഘടനകളും പല പല രീതിയിലും പല പല ആക്ടിവിറ്റീസുമായിട്ട് അത് പ്രവാസികൾ വരെ ചെയ്യുകയാണ്. അപ്പം ഏറ്റവും ആപ്റ്റായിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി സർവീസ്. സമൂഹത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. സെന്റർ ചെയർമാൻ സന്തോഷ് കണ്ണംവള്ളി അധ്യക്ഷനായി. KPCC മെമ്പർ വി സുരേന്ദ്ര മാസ്റ്റർ, DCC സെക്രട്ടറി ഹരിദാസ് മൊകേരി, പാനൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KP ഹാഷിം, AM രാജേഷ്, തേജസ് മുകുന്ദ്, P സുരേഷ് ബാബു, ഷീന ഭാസ്കരൻ, K നിഷിത, രാജൻ കല്ലുമ്മൽ, ഷിജുകുമാർ, മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ഒക്ടോബർ 31 ജന്മദിന ആഘോഷ പരിപാടിയും നമ്മളിവിടെ സംഘടിപ്പിക്കുകയും ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അടക്കമുള്ള സംവിധാനം ഇവിടെ ഏർപ്പെടുത്തുകയുണ്ട്. ഞാൻ സന്ദീപമായി കടന്നു പോകുന്നില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെയും ശ്രീ നൂറുദ്ദീൻ സാഹിബിന്റെയും നാമധേയം ഈ നാട്ടിൽ എന്നുമെന്നും നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഒരു പ്രസ്ഥാനമായി ഇതിനെ വളർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള സംരംഭവുമായി മുന്നോട്ട് പോകുന്നത്. അതിനെ സഹായിക്കുന്നതിന് വേണ്ടി, അതിനെ കാണുന്നതിന് വേണ്ടി ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇവിടെ എത്തിച്ചേർന്ന ഡോക്ടർ മറിയ ഉമ്മനെ ഞാൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് വളരെ തിരക്കുള്ള സാഹചര്യത്തിൽ മറ്റു പ്രസംഗങ്ങളൊന്നും ഇവിടെ ഉണ്ടാകില്ല. തലശ്ശേരി സോഷ്യൽ വെൽഫെയർ ട്രസ്റ്റിന്റെ 8ാം വാർഷികം സാൻജോസ് സ്കൂളിൽ നടക്കുന്നതിന്റെ ഭാഗമായി സ്വാഗത സംഘം ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ധർമ്മട മീത്തല പീടികയിലെ സ്നേഹക്കൂടിൽ തലശ്ശേരി സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി IAS ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന സ്നേഹക്കൂടിന്റെ പ്രവർത്തനങ്ങളെ സബ് കളക്ടർ അഭിനന്ദിച്ചു. ആളുകളുടെ കെയറും പിന്നെ അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ട് അത് കേരളത്തിൽ കൂടിയിട്ടുണ്ട്. കാരണം നമുക്ക് ഒരു ഏജിങ് പോപ്പുലേഷൻ്റെ ചാലഞ്ചാണ് വരുന്നത്. ഇന്ത്യയിലെ ഇത് മൊത്തമായിട്ടുള്ള ഒരു എല്ലാ സംസ്ഥാനത്തിലും എങ്ങനെയായിട്ടുള്ള ഒരു ചാലഞ്ച് വരും. പക്ഷേ കേരളത്തിലാണ് ഏറ്റവും ഏർലി ആയിട്ടുള്ള ഈ ചാലഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ മലയാളിയില്ല, പക്ഷേ കേരളത്തിൻ്റെ എന്ത് മോഡലാണ് അത് ഞാൻ പഠിച്ചു. ആരോഗ്യത്തിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ എന്തെങ്കിലും കേരള മോഡലാണ്. അതൊരു ഫുൾ ഇന്ത്യയിലാണ് ഇങ്ങനെയായിട്ടുള്ള ഒരു എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. അത് കാരണം എന്തെങ്കിലും ചാലഞ്ച് കേരള ആദ്യമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളും ചെയ്യുന്നത്. അത് കാരണം ഈ വയോജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കെയർ ആണ്, അതിലെ നമുക്ക് ഒരു മോഡൽ രൂപിക്കാനാണ് ആവശ്യം. ഇതുപോലെ ഗവൺമെന്റിന്റെയും പ്രൈവറ്റ് ഇനിഷ്യേറ്റീവ്സ് ആയിട്ടുള്ള ഒരുമിച്ചായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ്സ് ചെയ്തിട്ട് നിങ്ങൾ അത് ഒരു മോഡൽ രൂപിക്കാൻ പറ്റും. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കുള്ള എല്ലാ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. ചടങ്ങിൽ MP അരവിന്ദാക്ഷൻ അധ്യക്ഷനായി. ജവാദ് അഹമ്മദ്, സജീവ് മാറോളി, PK വസന്തൻ, PV ലക്ഷ്മണൻ, ദിലീപ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. മേജർ P ഗോവിന്ദൻ സ്വാഗതവും KS ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ജീവകാരുണ്യ ഫെസ്റ്റ് സംഘടിപ്പിച്ചു. തലശ്ശേരി TP കുട്ടിയമ്മു സെന്ററിലെ മുസ്ലിം സർവീസ് സൊസൈറ്റിയിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ C സോമൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. നിലാവ് ചെയർമാൻ VK സന്തോഷ് അധ്യക്ഷനായി. പ്ലാൻസ് അവർ പാഷൻ താമരശ്ശേരി ചീഫ് കോർഡിനേറ്റർ അബ്ദുൾ റഷീദ് സെമിനാർ കൈകാര്യം ചെയ്തു. ഫാദർ തോംസൺ കൊറ്റിയത്ത് ക്രിസ്മസ് സന്ദേശം നൽകി. തലശ്ശേരി സർക്കിൾ ഇൻസ്പെക്ടർ വിനോദ് തോമസ് പുതുവത്സര സന്ദേശം നൽകി. നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ ഖിലാബ് മതമൈത്രി സന്ദേശം നൽകി. ജീവകാരുണ്യ പ്രവർത്തകരായ KV മനോജ് കുമാർ, V റിബേഷ്, പാറാർ ബാബു, രമണിയമ്മ, രൺദീപ്, ബിബിൻ മാത്യു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. നഗരസഭാ കൗൺസിലർ TP തബ്സം, ടെൻസി നോമിസ്, ജിഷ ജയചന്ദ്രൻ, ഐറിൻ ബേബി, N അജേഷ്, KP സുരേഷ് ബാബു, ശിവദാസ് മേനോൻ, PK ഹസൻ എന്നിവർ സംസാരിച്ചു. K ജനാർദ്ദനൻ സ്വാഗതവും V സാജൻ നന്ദിയും പറഞ്ഞു. ജാനറ്റ് ടീച്ചർ പ്രാർത്ഥന നടത്തി.
ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Dream like Furniture World, Topco Furniture and Topco Interiors, Gramati, Pallur. Large showroom accepted by people with perfection. Any furniture to choose from. Dining set, bedroom set, sofa set and imported furniture at affordable prices. An irreplaceable name in the field of furniture. Topco, our sister company, Topco Interiors. Phone 0490 2338 912. Mobile 9846816762. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. കസ്റ്റമൈസ്ഡ് സ്റ്റേജ് അറേഞ്ച്മെന്റ്, മ്യൂസിക് സിസ്റ്റം, ലൈറ്റ്സ്, കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള ഗെയിം സോൺ എന്നീ അതിവിശാലമായ സൗകര്യങ്ങൾ ലോറൽ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നു. ഫാമിലി ഗെറ്റ് ടുഗെദറിന് 14 മണിക്കൂർ, 9 മണിക്കൂർ എന്നീ വ്യത്യസ്ത പാക്കേജുകളുണ്ട്. അതേസമയം ചെറിയ ആഘോഷങ്ങൾക്കായി 4-5 മണിക്കൂർ പാക്കേജുകളും ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. വടക്കുംപാട് ശ്രീനാരായണ ബേസിക് UP സ്കൂൾ വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഡോക്ടർ RL സംഗീത ഉദ്ഘാടനം ചെയ്തു. NB ബിന്ദു അധ്യക്ഷയായി. K വത്സല, CK ഷക്കീൽ, TK രജിഷ, CK പ്രമോദ് മാസ്റ്റർ, രജിന എന്നിവർ സംസാരിച്ചു. ജില്ലാ കലോത്സവത്തിൽ ഇംഗ്ലീഷ് പദ്യഞ്ജലിൽ 1ാം സ്ഥാനം നേടിയ ലിയ ഫാത്തിമ, അറബി ഗാനത്തിൽ A ഗ്രേഡ് നേടിയ ഷസ ഫാത്തിമ, മികച്ച അത്ലറ്റ് സാറ ജോസഫ്, LSS വിജയ്, ദിയ വിജിത്ത് എന്നീ വിദ്യാർത്ഥികളെയും LP വിഭാഗം സ്പോർട്സിൽ മികച്ച അത്ലറ്റായി തിരഞ്ഞെടുത്ത അയാൻ അനീസ് എന്നീ വിദ്യാർത്ഥിയുമാണ് അനുമോദിച്ചത്. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ഘോഷയാത്രയുമുണ്ടായി.
ജയ് ജയ് ശ്രീനാരായണ. പെരുന്താറ്റിൽ വലിയ പറമ്പ് ഈസ്റ്റ് LP സ്കൂളിൽ ഏകദിന പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. ശാസ്ത്രം കളികളിലൂടെ ഗണിതം, മധുരം, ഒറിഗാമി എന്നീ വിഷയങ്ങളിലാണ് ക്യാമ്പ് നടന്നത്. TC ദിലീപ് മാസ്റ്റർ ഒറിഗാമിയിലും രാമകൃഷ്ണൻ മാസ്റ്റർ സാഹിത്യ ശില്പശാലയിലും കുട്ടാപ്പ കതിരൂരിന്റെ പാട്ടും പറച്ചിലും നാട്ടറിവ് പാട്ടും ക്യാമ്പിലുണ്ടായി. നാടൻ കളികളും നടന്നു. മൊബൈൽ ഫോൺ ഉപയോഗവും ദൂഷ്യവശങ്ങളും രക്ഷിതാക്കൾക്കായി PK ദിജിൻരാജ് ബോധവൽക്കരണ ക്ലാസ് എടുത്തു. പഠനം കൂടുതൽ രസകരമാക്കാനും പാഠഭാഗങ്ങൾ കൂടുതൽ ഹൃദ്യസ്ഥമാക്കുകയുമാണ് ഉദ്ദേശമെന്ന് സ്കൂൾ പ്രധാന അധ്യാപകൻ പറഞ്ഞു. പഠനം കൂടുതൽ രസകരമാക്കുക, അതുപോലെ തന്നെ പാഠഭാഗങ്ങൾ കൂടുതൽ ഹൃദ്യസ്ഥമാക്കുക, വളരെ പെട്ടെന്ന് തന്നെ കുട്ടികളിൽ എളുപ്പത്തിലെത്തിക്കുക എന്നിവയൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശങ്ങളായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാഹി രാജീവ് ഗാന്ധി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ ലോക മെഡിറ്റേഷൻ ദിനം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ NCISM ആണ് ദേശീയ തലത്തിൽ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. മാഹി ആയുർവേദ മെഡിക്കൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ മെഡിറ്റേഷന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ്, മെഡിക്കൽ ക്യാമ്പ്, മെഡിറ്റേഷൻ പ്രായോഗിക പരിശീലനം തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചു. നാഷണൽ കമ്മീഷൻ ഫോർ ഇന്ത്യൻ മെഡിസിൻ NCISM ആണ് ദേശീയ തലത്തിൽ പ്രചാരണ പരിപാടികൾക്ക് നേതൃത്വം നൽകിയത്. മാഹി ആയുർവേദ കോളേജ്, തലശ്ശേരി, ധർമ്മടം, സ്നേഹക്കൂട് എന്നിവിടങ്ങളിൽ നടത്തിയ വിവിധ പരിപാടികൾക്ക് അസോസിയേറ്റ് പ്രൊഫസർമാരായ ഡോക്ടർ KS ബിനു, ഡോക്ടർ K സന്തോഷ് കുമാർ, ഡോക്ടർ CJ നവീൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ വേദവ്യാസ്, യോഗാധ്യാപിക ഡോക്ടർ CK റീമ എന്നിവർ നേതൃത്വം നൽകി. GVHSS കതിരൂർ സ്കൂളിലെ അടൽ ടിങ്കറിംഗ് ലാബിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾക്കായി റോബോ സോക്കർ എന്ന പേരിൽ ദ്വിദിന വർക്ക്ഷോപ്പ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കായി ആധുനിക സാങ്കേതിക വിദ്യകളായ റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ പരിശീലനവും നൽകി. വിദ്യാർത്ഥികൾ സ്വയം റോബോട്ടുകൾ നിർമ്മിക്കുകയും അവ ഉപയോഗിച്ച് റോബോ സോക്കർ മത്സരം സംഘടിപ്പിക്കുകയും ചെയ്തു. വിജയികൾക്ക് ട്രോഫികളും വർക്ക്ഷോപ്പിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകളും നൽകി. ക്യാമ്പിന്റെ ഉദ്ഘാടനം സ്കൂൾ പ്രധാനാധ്യാപിക T ബിന്ദു നിർവഹിച്ചു. ഈ ഒരു ലാബ് കണ്ടു നിങ്ങൾ അത്രത്തോളം ഭാഗ്യവാന്മാരാണ്. ഇത്തരത്തിലുള്ള സൗകര്യമെല്ലാം ഒരുപാട് സൗകര്യം സ്കൂളിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് സൗകര്യങ്ങൾ സ്കൂളുണ്ട്. അതുമാത്രമല്ല ഈ ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഒരുപാട് പ്രയാസമുള്ള രീതിയിൽ വലിയ ക്ലാസ്സുകളും എല്ലാം കൃത്യമായിട്ട് വിജയികൾക്കുള്ള സമ്മാനദാനം കതിരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സനില P രാജും നിർവഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ കണ്ണൂരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് വിജേഷ് ക്യാമ്പ് സന്ദർശിച്ചു. സ്കൂൾ PTA പ്രസിഡന്റ് N സുധീഷ്, V അനിൽകുമാർ, ATL മെന്റർ പ്രജോഷ്, ATL ഇൻചാർജ് MDK ഷംന, പഞ്ചായത്ത് അംഗം ശ്രീലത എന്നിവർ സംസാരിച്ചു. സ്റ്റെം ട്രെയിനർമാരായ രോഹൻ, അശ്വിൻ എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. പാറപ്പം പാർട്ടി രൂപീകരണ സമ്മേളനത്തിന്റെ 85ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ധർമ്മടം നോർത്ത് ലോക്കൽ പരിധിയിൽ വിവിധ കേന്ദ്രങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി. ധർമ്മടം നോർത്ത് ബ്രാഞ്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സന്ദർശിച്ചു. ധർമ്മടം നോർത്ത് ബ്രാഞ്ച് ഭാഗത്ത് നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ CPIM ജില്ലാ സെക്രട്ടറി MV ജയരാജൻ സന്ദർശിച്ചു.
ശുചീകരണ പ്രവർത്തനത്തിന്റെ യൂണിവേഴ്സിറ്റി കേന്ദ്രത്തിലെ ഉദ്ഘാടനം ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് NK രവി നിർവഹിച്ചു. ധർമ്മടം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP മോഹനന്റെ നേതൃത്വത്തിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടന്നു. ശുചീകരണത്തിന് 85ാം വാർഷികം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി പാർട്ടിയുടെ പിണറായി ഏരിയക്കകത്ത് എല്ലാ ലോക്കലുകളിലും പാർട്ടി ബ്രാഞ്ചുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പാതയോരങ്ങൾ ശുചിയാക്കുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ചെറക്കുനി കിഴക്ക്, ചെറക്കുനി പടിഞ്ഞാറ്, ചെറക്കുനി പാർട്ടി ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ പാതയോരങ്ങൾ ശുചിയാക്കുന്ന പ്രവൃത്തി തൊഴിലുറപ്പ് തൊഴിലാളികളും പാർട്ടി സഖാക്കളും എല്ലാം ചേർന്നുകൊണ്ട് രാവിലെ 7:30 മണിക്ക് ആരംഭിച്ചിട്ടുള്ള പ്രവൃത്തിയാണ്. SYS കൂത്തുപറമ്പ് ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമസമ്മേളനവും സൗഹൃദ ചായയും സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ സംഘടിപ്പിച്ച പരിപാടി KP മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. SYSന്റെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ ഒരുക്കിയ സൗഹൃദ ചായ KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. പല രീതിയിൽ മയക്കുമരുന്നും മദ്യപാനവും ഒക്കെ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇത്തരത്തിലുള്ള സൗഹൃദ സംഗമങ്ങളും സൗഹൃദ ചായയും ഒക്കെ തന്നെ ആയിക്കൊണ്ട് ഇതൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. കാരണം നമ്മുടെ ഇസ്ലാം വിധിപ്രകാരം നമ്മൾ പലതും ഉപേക്ഷിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പലതും ഹറാമാകേണ്ടതുണ്ട്. നമ്മളൊക്കെ തന്നെ കേട്ടതാണ് ഈ ഹറാം എന്ന വാക്ക്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്. എനിക്കൊരു 10-12 വയസ്സുണ്ടാകുന്ന ഒരു സമയത്ത് അച്ഛൻ അവിടെ വരുന്നവരോടൊക്കെ തന്നെ കണ്ണ് ചുവന്ന് വരുന്നുണ്ടെന്ന് ചോദിക്കട കുമാരൻ കള്ളു കുടിച്ചിട്ടാണ്. കള്ളു കുടിച്ച് എന്ന് തോന്നിയാൽ അച്ഛൻ്റെ അരിയും വിട്ടു. അങ്ങനെ വന്ന ഒരു മുഹമ്മദ് അവിടെ വന്നു. മുഹമ്മദിനോട് ചേട്ടാ മുഹമ്മദിന് കള്ളു കുടിച്ചിട്ടാണ്. അതോ നമുക്കത് ഹറാമാവുകയാണ്. അപ്പം എനിക്കിത് മനസ്സിലായില്ല. കള്ളു കുടിച്ചിനോട് ചോദിച്ചോ നമുക്കത് ഹറാമാന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച ഹറാം എന്ന് പറയുന്നത് എന്തോ മരുന്നായിരിക്കുമെന്നാണ്. അപ്പോൾ എനിക്കത് മനസ്സിലാകത്തുകൊണ്ട് മുഹമ്മദ് പോകുമ്പോൾ ഞാൻ ഓടിപ്പോയി ചോദിച്ചു എന്തെന്ന് മുഹമ്മദ് ഈ ഹറാം എന്ന് പറഞ്ഞാൽ. അപ്പോൾ മുഹമ്മദ് പറഞ്ഞു മോനെ നമുക്കത് നിഷിദ്ധമാണ്, മതപരമായിട്ട് നമുക്കത് നിഷിദ്ധമാണ്. എൻ്റെ മനസ്സിൽ അന്ന് തറച്ചതാണ്. ഞാൻ ഇതുവരെയായിട്ട് മദ്യവും മയക്കുമരുന്നും ഇതുവരെയാണ് ഉപയോഗിച്ചത്. അത് സത്യവുമാണ്. കാരണം അച്ഛൻ എല്ലാവരെയും അതിനെ എതിർക്കുകയും ചെയ്യുക, വരുന്ന മുഹമ്മദ് അത് ഹറാമാണെന്ന് പറയുക, മതപരമായിട്ട് തന്നെ ഹറാമാണ്, ഇതൊക്കെ തന്നെ പറയുമ്പോൾ അതിൻ്റെ മനസ്സിൽ തറച്ചതാണ്. ഫൈലുർ റഹ്മാൻ, ഷാമിൽ ഇർഫാനി അധ്യക്ഷനായി. താജുദ്ദീൻ അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി. ഹരിദാസ് മൊഗേരി, M സുകുമാരൻ, CPO മുഹമ്മദ്, അലി മൊട്ടേമൽ, സയ്യിദ് സാദുല്ല സഖാഫി, അബൂബക്കർ, N ധനഞ്ജയൻ, ഫുവാദ് സാദി, മുഫൈസ് സാദി തുടങ്ങിയവർ സംസാരിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ PTA കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മയുമായ ഓർമ്മച്ചെപ്പും സംയുക്തമായി സ്റ്റുഡൻസ് സൂപ്പർ ലീഗ് എഡിഷൻ 2 ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. വടക്കുംപാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത്. പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം കേരള വുമൺസ് സീനിയർ ക്രിക്കറ്റ് ടീം അംഗങ്ങളായ അക്ഷയ സദാനന്ദൻ, സൗരഭ്യ, സാന്ദ്ര സുരൻ, വടക്കുംപാട് ഹൈസ്കൂൾ സംസ്ഥാന സ്പോർട്സ് താരങ്ങളായ ദേവദർശ്, വൈകാലക്ഷ്മി, ആയുഷ്മിത് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രശാന്ത് ആവിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സ്റ്റുഡൻറ് സൂപ്പർ ലീഗ് 2nd എഡിഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. സമീപത്തുള്ള എല്ലാ പ്രൈമറി സ്കൂളിലെയും കുട്ടികളെ ചേർത്തുകൊണ്ട് 12ഓളം മത്സരങ്ങളാണ് ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. 5, 6, 7, 8 ക്ലാസ്സുകളിലെ കുട്ടികളാണ് മത്സരിക്കുന്നത്. വരും വർഷങ്ങളിലും ഇത്തരത്തിലുള്ള ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് കോച്ചിങ്, ഫുട്ബോളിലും അത്ലറ്റിക്സിലും മികച്ച കോച്ചുമാരുടെ സേവനത്തോടുകൂടി കോച്ചിങ് നടത്താനുമുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട്. പൂർവ്വ വിദ്യാർത്ഥി സംഘടനയെ ഓർമ്മച്ചെപ്പും എരഞ്ഞോളി പഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ, M ബാലൻ, P ഷിംജിത്ത്, CK ഷക്കീൽ, PTA പ്രസിഡന്റ് ഷാജി കാരായി, പ്രിൻസിപ്പൽ ഇൻചാർജ് സബീശൻ, പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഓർമ്മച്ചെപ്പ് പ്രതിനിധികളായ നാഷിഫ് അലിമിയാൻ, വിനയൻ, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, രാജേഷ് പവിത്രൻ എന്നിവർ പരിപാടിയിൽ സംബന്ധിച്ചു. 8ഓളം സ്കൂളുകൾ മത്സരിച്ച ഫുട്ബോൾ മത്സരത്തിൽ ഫൈനലിൽ കാവമ്പാകം സൗത്ത് UP സ്കൂളിനെ പരാജയപ്പെടുത്തി ശ്രീനാരായണ ബേസിക് UP സ്കൂൾ വടക്കുംപാട് A ടീം കിരീടം കരസ്ഥമാക്കി. ഹൈസ്കൂൾ വിഭാഗം കുട്ടികളുടെ ഫൈനലിൽ ഡെലാറ്റോസ് വടക്കുംപാട് ലക്കി സ്റ്റാർ സ്പോർട്സ് അക്കാദമിയെ പരാജയപ്പെടുത്തി. SSL Edition 2
ഒന്നാമത്തെ മത്സരം PC ഗുരുവിലാസം അരങ്ങേറ്റപ്പറമ്പ് സ്കൂൾ ടീമുകൾ തമ്മിലുള്ള ആവേശജനമായ മത്സരം. KPSTA പാനൂർ ഉപജില്ലാ സമ്മേളനം കണ്ണങ്കോട് DPGM UP സ്കൂളിൽ നടന്നു. സംസ്ഥാന സെക്രട്ടറി MK അരുണ ഉദ്ഘാടനം ചെയ്തു. കണ്ണങ്കോട് DPGM UP സ്കൂളിലാണ് സമ്മേളനം നടന്നത്. ഭിന്നശേഷി സംവരണ വിഷയങ്ങളുടെ നൂലാമലകളിൽ കുടുങ്ങി കേരള സർക്കാർ അധ്യാപക സ്ഥിര നിയമങ്ങൾ സംസ്ഥാനത്ത് മരവിപ്പിച്ചിരിക്കുകയാണെന്ന് സമ്മേളനം കുറ്റപ്പെടുത്തി. ഈ ദുസ്ഥിതിക്ക് മാറ്റം വരുത്തണം. അധ്യാപകർ ദിവസക്കൂലിക്കാരായി മാറുന്നത് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ അസ്വസ്ഥത പടരുകയാണെന്ന് സമ്മേളനം ചൂണ്ടിക്കാട്ടി. DA ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്നും പങ്കാളിത്ത പെൻഷൻ നിർത്തലാക്കി സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന സെക്രട്ടറി MK അരുണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാക്കാമ്മയുടെ കാൽ വരെ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സംഘടനയ്ക്ക് ഏറെ പ്രതീക്ഷ, നമ്മുടെ ജീവനക്കാർക്ക്, നമ്മുടെ അധ്യാപകർക്ക് ഏറെ പ്രതീക്ഷ നൽകിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ, ദിവസവും പ്രശ്നങ്ങൾ. 2014 അധികാരത്തിൽ വന്നപ്പോൾ കേവലം ഒരു 3 വർഷമൊക്കെ ആടി കളിച്ച് ഭരണ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് പ്രളയം വന്നു. പ്രളയത്തിൽ നമ്മുടെ ശമ്പളം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം അതിലും ഏറെ ഗുണകരമായി അവർക്ക് വന്നത് കൊറോണയാണ്. കൊറോണ കാലത്തെ സർക്കാർ തന്നെ തീരുമാനിച്ചു, എന്താ, എല്ലാവരും വീട്ടിലിരിക്കുകയല്ലേ, അപ്പൊ ആർക്കും ശമ്പളം കൊടുക്കേണ്ട എന്ന രീതിയിൽ നിർബന്ധമാണ് നമ്മുടെ ശമ്പളം പിടിച്ചെടുക്കാൻ തീരുമാനിച്ചു. അതിനെ എതിർത്തപ്പോൾ ഒരു ഓർഡിനൻസ് ഇറക്കിക്കൊണ്ട് ഒരു നിയമത്തിലൂടെ ശമ്പളം പിടിച്ചെടുക്കാൻ വേണ്ടി സർക്കാർ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ KPSTA അടക്കമുള്ള സംഘടന, ഏറ്റവും കൂടുതൽ KPSTA അംഗങ്ങളാണ് അന്ന് ആ ഓർഡിനൻസ് നമ്മൾ ആരും പുറത്തിറക്കുന്നില്ല. പക്ഷെ നമ്മുടെ വീടുകളിൽ നിന്നുകൊണ്ട് ആ ഓർഡർ കത്തിച്ചുകൊണ്ട് പ്രതിഷേധം കാണിച്ചു. അതിലേറെ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിൻസിപ്പൽ ടീച്ചർ എന്ന് നമുക്ക് അറിയാവുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം EK ജയപ്രസാദ് മുഖ്യ പ്രഭാഷണം നടത്തി. ഉപജില്ലാ പ്രസിഡന്റ് OP ഹൃദ്യ അധ്യക്ഷയായി. ഉപജില്ലാ സെക്രട്ടറി V വിപിൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. സംസ്ഥാന നിർവാഹക സമിതി അംഗം ദിനശൻ പാച്ചോൾ, CBA ജിലീൽ, ജില്ലാ ട്രഷറർ രജീഷ് കാളിയത്താൻ, വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് KP രാമചന്ദ്രൻ, MK രാജൻ, P ബിജോയ്, TK അജിത, KK മനോജ് കുമാർ, KC സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രതിനിധി സമ്മേളനം തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ സെക്രട്ടറി K സുധീർ കുമാർ ഉദ്ഘാടനം ചെയ്തു. RK രാജേഷ് കുമാർ അധ്യക്ഷനായി. നീതു ജോയ് പാനൂർ, പ്രന്യ VK, പ്രതീഷ് V മുഖേരി, അക്ഷയ് റാം എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. C അമീൻ, P വിജിത്ത്, VK സുമയ്യ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. OP ഹൃദ്യയെ പ്രസിഡന്റായും V വിപിനെ സെക്രട്ടറിയായും KC സന്ദീപിനെ ട്രഷററായും വീണ്ടും തെരഞ്ഞെടുത്തു. തലശ്ശേരി മടത്തുംഭാഗം വടക്കുംപാട് EK നായനാർ മന്ദിരം 2ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. സിനിമയും സംസ്കാരവും എന്ന വിഷയത്തിലാണ് സെമിനാർ നടന്നത്. സിനിമയും സംസ്കാരവും എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ സംവിധായകൻ ദീപേഷ് തച്ചോളി ഉദ്ഘാടനം ചെയ്തു. ഒന്നും പറയാൻ പറ്റാത്ത, പുതിയ കാലത്തിന്റെ പ്രശ്നവും പറയാൻ പറ്റാത്ത, സ്വപ്ന ലോകത്ത് മാത്രം കൊണ്ടുപോയി കിട്ടി ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നീ ഏത് പക്ഷത്താണ് നിന്റെ സിനിമ എന്ന് പോലും പറയാൻ പറ്റാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സിനിമ എന്ന് പറയുന്നത് കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയുടെ പ്രശ്നം എന്താണ് എന്ന് പോലും പറയാൻ പറ്റാത്ത സിനിമകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. ഗാന്ധി ജയന്തി ദിനത്തിൽ നമ്മളോടൊരു ചിത്രം വരക്കാനോ സിനിമ എടുക്കാൻ പറഞ്ഞാലോ 2 പക്ഷമേ ഉള്ളൂ. ഒന്നിക്കൽ ഗാന്ധിയുടെ പക്ഷത്ത് നിൽക്കുക, അല്ലെങ്കിൽ ഗാന്ധിയെ കൊന്നവരുടെ പക്ഷത്ത് നിൽക്കുക. ഈ നടുക്ക് നിന്നുള്ള കളി ഗുണം ചെയ്യില്ല. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സിനിമക്കകത്തായാലും മറ്റായാലും, അതായത് കേരളത്തിന് പറ്റുന്ന രീതിയിലുള്ള ഫെസ്റ്റിവലുകളിലേക്ക് വേണ്ടുന്ന രീതിയിലേക്ക് ഒരു സിനിമ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ AV രാജൻ മാസ്റ്റർ അധ്യക്ഷനായി. പൂക്കാസ തലശ്ശേരി മേഖലാ സെക്രട്ടറി TM ദിനേശൻ വിഷയാവതരണം നടത്തി. സൈക്കോതെറാപ്പിസ്റ്റ് AV രത്നകുമാർ, റീന വടക്കേടത്ത് എന്നിവർ സംസാരിച്ചു. മടത്തുംഭാഗം നിവാസികൾ ഒരുക്കിയ ഫുഡ് ഫെസ്റ്റും ഇതിന്റെ ഭാഗമായി നടന്നു. കലാകായിക മത്സരങ്ങളും നടന്നു.
തലശ്ശേരി വടക്കുംപാട് കമ്മ്യൂണിറ്റി ഹാൾ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കടിയന്താറ്റിൽ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ പൂജയും അയ്യപ്പ ഭജനയും നടത്തി. തലശ്ശേരി തിരുവങ്ങാട് ധർമ്മശാസ്ത്ര ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് അയ്യപ്പ ഭജന നടത്തിയത്. തലശ്ശേരി വടക്കുംപാട് കമ്മ്യൂണിറ്റി ഹാൾ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് കടിയന്താറ്റിൽ ഭഗവതി ക്ഷേത്രത്തിൽ അയ്യപ്പ പൂജയും അയ്യപ്പ ഭജനയും നടത്തിയത്. തലശ്ശേരി തിരുവങ്ങാട് ധർമ്മശാസ്ത്ര ഭജന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഭജന നടന്നത്. മാടപ്പീടിക ചെള്ളത്ത് മടപ്പുര ദേവി ക്ഷേത്രത്തിലെ മണ്ഡല മഹോത്സവത്തിന്റെ ഭാഗമായി അയ്യപ്പ വിളക്ക് മഹോത്സവം നടത്തി. നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ അയ്യപ്പ പൂജയും ദീപസമർപ്പണം, എള്ളുത്തിരി സമർപ്പണം എന്നിവ നടന്നു. തുടർന്ന് ഒളവിലം വള്ളിനായകം ഭജന സമിതിയുടെ ഭജനയും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു. അന്നദാനവും ഉണ്ടായി. നവംബർ 17 ആരംഭിച്ച മഹോത്സവത്തിൽ ദിവസവും ഭജന, പ്രഭാഷണം, ഭക്തിഗാനസുധ, കച്ചേരി, വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട്. ഡിസംബർ 27 മഹോത്സവം സമാപിക്കും. തലശ്ശേരി മാക്കൂട്ടം പുന്നോലിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ 15ാമത് അയ്യപ്പ വിളക്ക് ഘോഷയാത്ര സംഘടിപ്പിച്ചു. അയ്യപ്പ ഭജനവും അന്നദാനവും നടന്നു. നിരവധി ഭക്തർ പങ്കെടുത്തു.
കൂത്തുപറമ്പ് ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ആമസോൺ മഴക്കാടുകളിലെ അപൂർവ ഇനം പക്ഷികളും ഇഗ്വാനകളുമായാണ് കൂത്തുപറമ്പ് ഫെസ്റ്റ് തുടങ്ങിയത്. കൂത്തുപറമ്പ് പാറാൽ പെട്രോൾ പമ്പിന് സമീപം ആരംഭിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം മഹേന്ദ്രൻ നിർവഹിച്ചു. കൂത്തുപറമ്പ് ഫെസ്റ്റിന് വർണ്ണാഭമായ തുടക്കം. കണ്ണൂർ ജില്ലയിൽ ആദ്യമായി ആമസോൺ മഴക്കാടുകളിലെ അപൂർവ ഇനം പക്ഷികളും ഇഗ്വാനകളുമായാണ് കൂത്തുപറമ്പ് ഫെസ്റ്റ് ആരംഭിച്ചത്. കൂത്തുപറമ്പ് പാറാൽ പെട്രോൾ പമ്പിന് സമീപം ആരംഭിച്ച ഫെസ്റ്റിന്റെ ഉദ്ഘാടനം കലാമണ്ഡലം മഹേന്ദ്രൻ നിർവഹിച്ചു. ചൊക്ലിയിലും മൂലക്കടവിലും പ്രവർത്തിക്കുന്ന ന്യൂ ക്ലാസിക് മൾട്ടി ജിം വാർഷികം ആഘോഷിച്ചു. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫിറ്റ്നസ് മത്സരങ്ങളും സംഘടിപ്പിച്ചു. 200ഓളം കായിക താരങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു. കണ്ണൂർ ഡെപ്യൂട്ടി തഹസിൽദാരും ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയുമായ KV ഷാജു ഉദ്ഘാടനം ചെയ്തു. എല്ലാവരും കേട്ടിട്ടുണ്ടാവും. രാജേഷ് മാസ്റ്റർ കണ്ണൂർ ജില്ലയിൽ ബോഡി ബിൽഡിംഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവച്ച അനവധി ശിഷ്യഗണങ്ങളുള്ള അനവധി ആളുകളെ ഈ രംഗത്ത് പരിശീലിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിച്ച നമ്മുടെ രാജേഷ് മാഷാണ് ക്ലാസിക് മൾട്ടി ജിംനേഷ്യം തുടങ്ങിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് നാസർക്കിയും അതുപോലെ ഈ അസീസിയും. അവർ മൂന്നുപേരും ഞങ്ങൾ 20 വർഷം മുമ്പില് ഈ കണ്ണൂർ കേരളത്തിൽ അങ്ങോളം ബോഡി ബിൽഡിംഗ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ ആ ബോഡി ബിൽഡിംഗ് ഇന്നത്തെ നിലയിലാക്കാൻ ഞങ്ങൾ 4 പേര് രാജേഷ് മാസ്റ്റർ അസീസി നാസർക്കും ഒക്കെ ഈ രംഗത്തിലുണ്ടായിരുന്നു. അവരുടെ ശിഷ്യന്മാരാണ് നമ്മൾ ഈ സന്ധ്യയും അതുപോലെ ഈ ഷിബു ഒക്കെ രാജേഷ് മാസ്റ്റർ ഏറ്റവും പ്രിയങ്കരായ ശിഷ്യനാണ്. P. അബ്ദുൽ അസീസ് അധ്യക്ഷനായി. പാനൂർ സബ് ഇൻസ്പെക്ടറും ആം റസ്ലിംഗ് ചാമ്പ്യനുമായ ജയാനന്ദ്, മിസ് സൗത്ത് ഇന്ത്യ സന്ധ്യ, അബ്ദുൽ നാസർ, മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഷിബു ദാമോദരൻ സ്വാഗതവും T. ശ്രീജൻ നന്ദിയും പറഞ്ഞു. കേക്ക് ഹബിന്റെ 6ാമത് ഷോറൂം ചക്കരക്കൽ കണ്ണൂർ റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കേക്ക് ഹബിന്റെ 6ാമത് ഷോറൂം ഉദ്ഘാടനം പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. KL ബ്രോ ഫാമിലി ചടങ്ങിൽ മുഖ്യാതിഥികളായി.
ഏറ്റവും വിശാലമായ ഷോറൂമാണ് പാർക്കിംഗ് സൗകര്യത്തോടുകൂടി കണ്ണൂർ ചക്കരക്കല്ലിൽ ഒരുക്കിയിരിക്കുന്നത്. നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഏഞ്ചൽസ് ബേക്കേഴ്സ് ഹോട്ട് ആൻഡ് കൂൾ ചമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറിക്ക് സമീപം വിന്നേഴ്സ് റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വിജയ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. വിവാഹം, പിറന്നാൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ബേക്കറി ഐറ്റംസ്, കേക്കുകൾ എന്നിവ ഓർഡർ പ്രകാരം എത്തിച്ചു നൽകുമെന്ന് മാനേജിംഗ് ഡയറക്ടർമാരായ MP മനീഷ്, PP ജ്യോതി, MP വിപിൻ എന്നിവർ അറിയിച്ചു. നിരവധി പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ചൊക്ലി KM സൂപ്പർ മാർക്കറ്റിൽ ഏർപ്പെടുത്തിയ നറുക്കെടുപ്പിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മിക്സി, ഓവൻ, മ്യൂസിക് സിസ്റ്റം എന്നിവയാണ് വിതരണം ചെയ്തത്. KLF, നിർമ്മൽ, വിർജിൻ കോക്കനട്ട് ഓയിൽ, ലക്കി ഡ്രോയിൽ ജേതാക്കളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കണ്ണൂർ ഡെപ്യൂട്ടി തഹസിൽദാർ ഷാജു സമ്മാനങ്ങൾ കൈമാറി. ഒന്നാം സമ്മാനമായ മിക്സി ധനിഷയും, രണ്ടാം സമ്മാനമായ ഓവൻ വസന്തയും, മൂന്നാം സമ്മാനമായ സൗണ്ട് ബോക്സ് അതിഥിയും ചടങ്ങിൽ ഏറ്റുവാങ്ങി. KM സൂപ്പർ മാർക്കറ്റ് മാനേജിംഗ് ഡയറക്ടർമാരായ P അബ്ദുൽ അസീസ്, P അഷ്റഫ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മാഹി ബൈപ്പാസിൽ വാഹനാപകടത്തിൽ മരിച്ച ഗോകുൽ രാജിന് കണ്ണീരിൽ കുതിർന്ന വിട. നിരവധി ആളുകൾ അന്തിമോപചാരം അർപ്പിച്ചു. ഡ്യൂട്ടി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ഡോക്ടർ ഓടിച്ച ഇന്നോവ ഇടിച്ച് പന്നന്നൂർ ടൗണിൽ ഗുഡ്സ് ഓട്ടോ ഡ്രൈവർക്ക് ഗുരുതര പരിക്ക്. 3 ഇരുചക്ര വാഹനങ്ങളും തകർന്നു.
കേരളത്തിലെ സഹകരണ മേഖല നാൾക്കുനാൾ ശക്തിയാർജിച്ചു വരികയാണെന്ന് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ CV ശശീന്ദ്രൻ. രാജ്യത്തിന്റെ സഹകരണ നിക്ഷേപ കണക്കുകൾ പരിശോധിച്ചാൽ 70% കേരളത്തിലാണെന്നും ശശീന്ദ്രൻ. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ നിലനിർത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം സാമൂഹ്യ സേവനമാണെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മറിയ ഉമ്മൻ. കണ്ണംവെള്ളി ഉമ്മൻചാണ്ടി സെന്റർ ഫോർ കമ്മ്യൂണിറ്റി സർവീസ് സന്ദർശിച്ച് മറിയ ഉമ്മൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.